3 ദിവസത്തിനുള്ളിൽ പ്രേമിച്ച് ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞപ്പോ ഇവിടെ ചിലരത് വിശ്വസിച്ചിരുന്നില്ലല്ലോ. എന്നാ കേട്ടോ, നമ്മുടെ പ്രേമിച്ചയെ തിരിച്ചു കിട്ടി. ദേവിക പ്രേമിച്ചയെ കണ്ടുപിടിച്ചു. എന്റെ ഈശ്വര, എന്റെ പ്രാർത്ഥന നീ കേട്ടു. എവിടുന്നാ കുഞ്ഞോളിയാ പ്രേമയെ കിട്ടിയത്? അത് പിന്നെ അതൊന്നും എന്നോട് പറഞ്ഞില്ല. ഇപ്പോ ആശുപത്രിയിലുണ്ട്. എന്തു പറ്റി അവക്ക്? ബോധമില്ലായിരുന്നു കിട്ടുമ്പോ. പേടിക്കാനൊന്നുമില്ല. തിരിച്ചു കിട്ടിയില്ലേ? അതെ, അതാണ് പ്രധാനം. നിനക്ക് മാത്രം എന്താ സന്തോഷമില്ലാത്തത്? സന്തോഷമില്ലെന്ന് മാത്രമല്ല, നീ ഭയങ്കര ടെൻഷനിലുമാണല്ലോ. എന്താ കാര്യം? ടെൻഷനിലോ? ഞാനോ? എനിക്കൊരു ടെൻഷനുമില്ല. അതെ, നീ നുണ പറയണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാം നിനക്ക് ടെൻഷൻ ഉണ്ടെന്ന്. ഉണ്ടെങ്കിൽ ഉണ്ട്. സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ലെന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാ? എടി, എനിക്ക് പല സംശയങ്ങളുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരങ്ങളുമായിട്ടാ പ്രേമിച്ച് വന്നിരിക്കുന്നത്. എന്റെ സംശയങ്ങളുടെ പ്രതിസ്ഥാനത്ത് നീയെങ്ങാനും ഉണ്ടെങ്കിൽ പൊന്നു മോളെ, അതോടെ നീ തീർന്നു. പിന്നെ ഡിവോഴ്സിന്റെ ഒന്നും ഒരു ആവശ്യവും വരത്തില്ല. ആദ്യം ഈ സംശയം ഒന്ന് അവസാനിപ്പിക്കും. നിങ്ങളുടെ ചേച്ചിയുടെ കാണാതാകലും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഇനി അത് മാറ്റി പറയരുത്. ഇല്ല. ഇല്ലളിയാ, ഇവള് പറയുന്നത് വിശ്വസിക്കണ്ട. ഇവിടെ ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ പോയിട്ടുണ്ട്. അത് ആരെടുത്തെന്ന് അറിയണം. എല്ലാം അറിയാലോ. പ്രേമയെല്ലാം പറയുമല്ലോ. വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാം. അവിടെ ദേവിക തനിച്ചല്ലേ ഉള്ളൂ. ഇല്ലച്ചാ, ദേവിയുടെ അച്ഛനും അവിടെയുണ്ട്. ഓ, അപ്പൊ രണ്ടുപേരും കൂടിയാണ് കണ്ടുപിടിച്ചത്. ആര് കണ്ടുപിടിച്ചാലെന്താ? ഞാൻ പറഞ്ഞ വാക്ക് ശരിയായില്ലേ? 3 ദിവസം എടുത്തില്ല. അതിനു മുൻപ് ആള് തിരിച്ചു വന്നു. ഇനി അങ്ങോട്ട് പല തലകളും ഉരുളാനുള്ളതാ. അതിന്റെ ലിസ്റ്റ് എടുക്കാനും കൂടിയാ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകാൻ പോകുന്നത്. വാളിയ, നമുക്ക് വേഗം ഇറങ്ങാം. വാ അച്ഛാ, നമുക്ക് പോവാം.